തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം പോക്സോ കോടതിയുടേതാണ് ഉത്തരവ്. സംഭവത്തിന്റെ വ്യാപ്തി പരിഗണിച്ചാണ് ജാമ്യം തള്ളിയത്. അശ്വിൻ ഡിയാഗോയുടെ വിവരങ്ങളുമായി. അശ്വിൻ, ഈ പ്രതിയായിട്ടുള്ള വ്യക്തിക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ജാമ്യം തള്ളിയിട്ടുള്ളത്? ബിനിൽ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണത്തിൽ ആത്മഹത്യയിൽ ഈ ആൺ സുഹൃത്തിന് പങ്കുണ്ട് എന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. കാരണം ഈ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആൺകുട്ടിയിൽ നിന്നുണ്ടായിരുന്ന ആൺ സുഹൃത്തിൽ നിന്നുണ്ടായിരുന്ന മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല 2 തവണ ഈ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആൺ സുഹൃത്തിന്റെ മാതാപിതാക്കൾ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ നൽകിയത്. പക്ഷേ ഇത് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ഈ ഒരു അപേക്ഷ തള്ളിയിട്ടുള്ളത്. പ്രധാനമായും കോടതി പറഞ്ഞത് ഈ ഒരു കേസിന്റെ വ്യാപ്തി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം. നിലവിലിപ്പോൾ ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം നേരത്തെ ഈ ആൺസുഹൃത്തിന്റെ ഫോൺ അടക്കം പരിശോധിച്ചുകൊണ്ടായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷണം നടത്തിയിരുന്നത്. പിന്നാലെ ഈ ആൺസുഹൃത്ത് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്ന തരത്തിലുള്ള ചാറ്റുകളും ഫോൺ കോളുകളും ഓഡിയോ റെക്കോർഡുകളും ഒക്കെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. സൈബർ സംഘം 2 സൈബർ പല തെളിവുകൾ കണ്ടെത്തിയിരുന്നു. എന്തായാലും തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള പെൺകുട്ടിയുടെ മരണത്തിൽ ആൺ സുഹൃത്തിന് കൃത്യമായി പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുകയാണ് പോക്സോ കോടതി.